ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നഷ്ടധൈര്യരായിരുന്ന ശിഷ്യഗണത്തെ തിരുവചനത്തിലൂടെ വീണ്ടെടുത്ത കാരുണ്യവാനായ കർത്താവേ, ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങളെയും അങ്ങ് വീണ്ടെടുക്കണമേ. അങ്ങയുടെ വചനം ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിത വഴികൾ കുറേ കൂടി പ്രകാശിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മേരി മാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മ ഈശോയിലൂടെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 5:1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്തെ തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടരെ ആംഗ്യം കാണിച്ച് സഹായത്തിനു വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവെ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മനുഷ്യകുലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സൂചനയാണ് നിരാശ എന്നത്. മനുഷ്യനെ ആഗോളപരമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകമായിട്ട് തീരുന്നുണ്ട് ഇന്ന് നിരാശ എന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവരുടെ ഉള്ളിൽ വരെ ഏതൊക്കെയോ നിരാശയുടെ അംശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ഇന്നത്തെ മനഃശാസ്ത്രം നമ്മളോട് പറയണത്. ചെറിയ കുട്ടി പറയായിരുന്നു, അച്ഛാ ജീവിതമേ മടുത്തു പോച്ച് എന്ന് പറയുന്ന രീതിയിൽ ചില കുട്ടികൾ പോലും ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. വളരെ പെട്ടെന്ന് ജീവിതത്തോട് ഒരു അകലം സൂക്ഷിക്കുന്ന രീതിയിൽ നിരാശ മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ഒരു നിരാശ രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ഒരു തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാനായിട്ട് പറ്റും, എൻ്റെ ഉള്ളിലെ നിരാശയുടെ അംശങ്ങളില്ലാന്ന്? ഏതൊക്കെയോ സമയത്ത് ഏതൊക്കെയോ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുന്നുണ്ട് സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഈ ഒരു നിരാശയുടെ തലം രൂപപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തു ഈ തിരുവചനത്തിലൂടെ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ നിരാശനായിട്ട് തീരുന്നത്? തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിടാത്തതാണ് നിരാശ മനുഷ്യന്റെ ഉള്ളിൽ രൂപപ്പെടുന്നതിനുള്ള അടിസ്ഥാനപരമായ കാരണം എന്നുള്ളത്. ശിഷ്യന്മാര് നിരാശരായിരുന്ന ഒരു സമയത്താണ് ക്രിസ്തു ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ നിന്ന് ഏറ്റവും സുന്ദരമായ ഒരു വാക്യം പറയുന്നത്. പത്രോസും കൂട്ടരും ഒക്കെ എവിടെ മീനുണ്ടെങ്കിലും അത് കണ്ടെത്തി എടുത്ത് സ്വന്തമാക്കാൻ കഴിവുള്ള ശിഷ്യരായിരുന്നു. പ്രത്യേകിച്ച് പത്രോസ് എവിടെയുണ്ടെങ്കിലും ഏതു ഭാഗത്തൊരു പൊടിമീൻ ഉണ്ടെങ്കിൽ പോലും കണ്ടെടുക്കാൻ കഴിവുള്ള ഒരു ശിഷ്യനായിരുന്നു എന്നാണ് പറയണേ. പക്ഷെ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ നിഷ്ഫലമായപ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു അവർ പോലും അറിയാത്ത ഒരു നിരാശ. ഇത് ക്രിസ്തു കണ്ടെടുക്കുക. ഒരു ക്രിസ്തു അവരോട് പറയണ ഒരു വാചകമാണ് ഇന്ന് നമ്മൾ ഏറ്റവും അധികമായിട്ട് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ക്രിസ്തു ഈ പത്രോസിനോടും കൂട്ടരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ പുതുമ രൂപപ്പെടുന്നത്, നിരാശയില്ലാത്ത പ്രത്യാശയുടെ അവസ്ഥ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് സ്നേഹമുള്ളവരെ ഇന്ന് ക്രിസ്തു ഈ ഒരു സുവിശേഷത്തിലൂടെ പത്രോസിനെയും കൂട്ടരെയും പഠിപ്പിക്കുന്നതോടൊപ്പം എന്നെയും നിങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് ധ്യാനിക്കാം, എൻ്റെ ജീവിതം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുന്ന ഒരു സാധാരണ ഒരു മുക്കുവൻ്റെ ശീലങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടാവും. ആഴത്തിലേക്ക് നീക്കി ജീവിക്കുന്ന ഒരു ശൈലി എന്നിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്.
എന്തിലൊക്കെയാണ് നമുക്ക് ആഴപ്പെടേണ്ടത്? ഇത് മാത്രമാണ് ഒരു സമയത്ത് നമുക്ക് ധ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ളത്. ഏതിലൊക്കെയാണ് ഞാൻ ആഴപ്പെടേണ്ടത്? ഈ സൗഹൃദവും വിരഹവും പ്രണയവും ദാമ്പത്യമൊക്കെ ഇന്ന് പരാജയപ്പെടുന്നതിന് കാരണം ഈ ഒരു ആഴപ്പെടലിന്റെ കുറവാന്നാ പറയണേ. അങ്ങനെയാണെങ്കിൽ ആഴപ്പെടേണ്ട ചില പ്രധാനപ്പെട്ട 3 മേഖലകളിലേക്ക് സ്നേഹമുള്ളവരെ നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് പരുവപ്പെടുത്താനായിട്ട് പറ്റണം. ആദ്യമായിട്ട് ആഴപ്പെടേണ്ടത് എവിടെയാണ്? അത് തിരുവചനത്തിലെ ആഴപ്പെട്ട ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ നിരാശയുടെ അംശങ്ങൾ നീക്കിക്കളയാനുള്ള ആദ്യത്തെ ചവിട്ടുപടി. നിരാശയുടെ അംശങ്ങളെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നീക്കാനായിട്ട് സുവിശേഷത്തോളം ചൈതന്യമുള്ള മറ്റേത് ഘടകം നമുക്ക് കണ്ടെത്താൻ പറ്റുക? നമുക്കറിയില്ലേ, ഏതെങ്കിലുമൊക്കെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നവര് ഈ വചനം വായിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിന്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? എത്ര നിരാശയിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ നീ തിരുവചനത്തിലൂടെ എന്നോട് സംസാരിക്കണേന്ന് പറയുമ്പോൾ എത്ര ശക്തമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കൊന്ന് ഈ ആഴപ്പെടലിന്റെ താളത്തില് ആദ്യമായിട്ട് ആഴപ്പെടാനുള്ളത് തിരുവചനത്തില് ആഴപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ധ്യാനിക്കാനായിട്ട് പറ്റുമോ? എവിടെ വരെയായി എൻ്റെ ഈ ഒരു തിരുവചനത്തോടുള്ള ആഭിമുഖ്യം? വചനത്തിന്റെ ചുരുളില് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പൊരുള് കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നായിരിക്കട്ടെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോയപ്പോൾ ഏതാണ്ട് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളോടൊക്കെ 500ഓളം വരുന്ന കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കുക, മക്കളെ എത്ര സുവിശേഷമുണ്ട്? ക്രിസ്ത്യാനികളായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു ക്യാമ്പിൽ ചോദിച്ചത് എത്ര സുവിശേഷം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 4 സുവിശേഷം ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത മക്കള് നമ്മളുടെ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. 4 സുവിശേഷങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പോലും പറയാനായിട്ട് കുട്ടികൾക്കിന്ന് പറ്റാത്ത ഒരവസ്ഥയാണ്. എല്ലാത്തിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുമക്കള് ഇന്ന് വളരെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയും, അധികം പറയണം, ഒരു മൊബൈൽ എടുത്തു കൊടുത്താൽ പോലും അവരതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ വ്യത്യസ്തമായ രീതികൾ പോലും ഇന്ന് കണ്ടെത്തിയെടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് സാധിക്കുന്നുണ്ടെന്ന് പറയണേ. പക്ഷെ ഈ ഒരു വചനത്തിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ജീവിതമൊന്നും ഇനിയും ആഴപ്പെട്ടിട്ടില്ല എന്ന് ചില സംശയങ്ങൾ തോന്നാം. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ തിരുവചനം കർത്താവിൻ്റെ തിരുവചനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ മാതാപിതാക്കളുടെ വചന വായനയിലുള്ള അവരുടെ തീക്ഷ്ണതയാണ്. വചനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതശൈലി എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും രൂപപ്പെടുത്തിയതിൻ്റെ പേരില സ്നേഹമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ വചനം പ്രഘോഷിക്കണേ. 8ാം ക്ലാസ്സിൽ എൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ അതിൻ്റെ പീക്ക് ലെവലിലൂടെ കടന്നു പോകുമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോവാം. ഏതാണ്ട് 9-10 ലക്ഷം രൂപ കടമുള്ള ഒരു സമയത്ത് അപ്പച്ചൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇനി രക്ഷിക്കാനായിട്ടോ നമ്മളെ സഹായിക്കാനായിട്ടോ ആരുമില്ല, അതുകൊണ്ട് ഇനി നമുക്കുള്ള സാധ്യത എന്നുള്ളത് സൂയിസൈഡ് ചെയ്യുക, കുടുംബ ആത്മഹത്യക്ക് ഒരുങ്ങുക എന്നത് മാത്രമേ ഉള്ളൂ എന്ന് അപ്പച്ചൻ പറയാം. അമ്മച്ചി അപ്പച്ചൻ്റെ വാക്ക് കേട്ടിട്ട് പറഞ്ഞു, ഇനി എന്താ ഒന്നുമില്ലെങ്കിൽ മോനും നമുക്ക് 3 പേർക്കും കൂടിയിട്ട് ആത്മഹത്യ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ വിഷക്കുപ്പി അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോയുടെ വചനത്തിലൂടെ ചോദിച്ചതിന് ശേഷം സ്നേഹമുള്ളവർ നമുക്ക് ഈ വേണമെങ്കിൽ ആത്മഹത്യക്ക് ഒരുങ്ങാന്നുള്ളത് അപ്പച്ചൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8ാം ക്ലാസ്സിലാണ് ആ ഒരു ദിവസം ഒരു രാത്രിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ രാത്രിയിലിരുന്നിട്ട് എൻ്റെ വീടിൻ്റെ ആ ചെറിയ പ്രാർത്ഥനാ മുറിയിലിരുന്ന് അപ്പച്ചനും അമ്മച്ചും ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളിതാ വചനം എടുക്കാൻ പോവാം. ഈശോയെ, ഞങ്ങൾക്ക് ഇനി രക്ഷയായിട്ട് വേറെ ഒരു സാധ്യതയും ഇല്ല, ഞങ്ങളെ സഹായിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല, ഈശോയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോടൊന്ന് സംസാരിക്കുമോ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും അപ്പച്ചനും ഞാനും ഇരുന്ന് കരയാം. ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം സ്തുതിച്ചതിന് ശേഷം ഈശോയെ നീ ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണേന്ന് പറഞ്ഞ് ഈ വചനത്തിൽ എന്താണോ പറയണത് അത് കേട്ട് ഞങ്ങൾ ജീവിക്കാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക, അപ്പച്ചനും അമ്മച്ചിയും ഞാനും. ഈശോ പറഞ്ഞ ഒരു നല്ല വചനം ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ആ രാത്രി ആത്മഹത്യക്ക് ഒരുങ്ങും എന്ന് കർത്താവിൻ്റെ അടുത്ത് വാക്ക് പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, 10 മിനിറ്റ് നേരത്തെ ഞങ്ങളുടെ ആ സ്തുതിപ്പിന് ശേഷം ഈശോയെ നീ വചനത്തിലൂടെ വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കണ്ണടച്ചിട്ട് ഈ സുവിശേഷം ഒന്ന് 2ആക്കിയിട്ട് എടുക്കുക. അതിലാണ് സ്നേഹമുള്ളവരെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയത്. വാക്ക് എനിക്ക് അത്ര കറക്റ്റ് അല്ലെങ്കിലും ഏതാണ്ട് ഇങ്ങനെയാണ്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം ഇനിയും കുറുകിപ്പോയിട്ടില്ല.
എൻ്റെ കരം ഇനിയും നിന്നെ രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോയിട്ടില്ല എന്നുള്ള ഒരൊറ്റ വാചകമാണ് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും എൻ്റെയും കണ്ണീര് എടുത്തു മാറ്റണേ. അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, ദേ ഈശോ ഇനിയും നമ്മളെവിടേക്കോ രക്ഷിക്കാനിരിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഈ വിഷക്കുപ്പി മാറ്റിക്കളയാന്ന് പറഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചിയൊക്കെ കൂടിയിട്ട് അത് കളയാം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുവചനത്തിൻ്റെ മുൻപിലിരുന്ന് നിങ്ങളോട് വചനം നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വചനം എടുത്തിട്ട് അത് മുറിച്ച് നൽകിയിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ദേ സ്വർഗത്തിൽ നിന്ന് ഈശോ നമ്മളോട് ഇറങ്ങി വന്ന് പറയണതാ. മാലാഖമാരുടെ അകമ്പടിയോട് കൂടെ വിശുദ്ധരുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് പറയണ കാര്യ. ദേ നമുക്കിനി ഒരിക്കലും നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള അധികാരമില്ല. സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവം തന്നെ നമ്മളെ നോക്കിയോളൂ എന്നുള്ള വചനമാണ് നൽകിയത്. അത്ര അറിവുള്ള, തിരുവചനത്തെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു കുടുംബമൊന്നുമല്ല ഞങ്ങളുടെ. പക്ഷെ അമ്മ എന്നും വായിക്കുന്ന, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഒരു പാരഗ്രാഫ് വചനം വായിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു ശൈലി അമ്മയും അപ്പച്ചനൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിച്ചതിൻ്റെ പേരില്ല സ്നേഹമുള്ളവരെ, ഈ 8ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പുരോഹിതനായിട്ട് ഈ ഒരു വചനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ കണ്ടെത്താനുള്ളത് ഈശോ അന്ന് പറഞ്ഞ വാക്കുകൾ. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷിയായിട്ട് കർത്താവ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകാം. അനുഗ്രഹങ്ങൾ കൊണ്ട്, സമൃദ്ധി കൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ നിറയ്ക്കുമ്പോൾ സ്നേഹമുള്ളവരെ വേറെ എന്താ പറയുക? ഇത് കണ്ടെത്തിയത് മുഴുവൻ ഈ തിരുവചനത്തിൽ നിന്നല്ലേ? ഈ ഒരു വാചകം അന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചും അടങ്ങുന്ന ഒരു കുടുംബം ഈ ലോകത്തിലുണ്ടാകുമായിരുന്നില്ല. യൂദാസിന് സംഭവിച്ച കണക്കുള്ള ഏറ്റവും വയറു പിളർന്ന് മരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏറ്റവും ദുർഘടമായ ഒരു മരണത്തിന് സാക്ഷികളായിട്ട് ഞങ്ങൾ തീരേണ്ടതാണ്. കർത്താവ് അത് ഞങ്ങളെ രക്ഷിച്ചത് ഈ വചനത്തിലേക്ക് ഒന്ന് ആഴപ്പെട്ടതിൻ്റെ പേരിലാണ്. ഈ ഒരു വചനം കേൾക്കുന്നവര്, സ്നേഹമുള്ളവരെ, ഇത് എന്നെയും നിങ്ങളെയൊക്കെ മുറിപ്പെടുത്തുന്നതാക്കിയിട്ട് ഒന്ന് മാറ്റാൻ പറ്റുമോ? ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ തിരുവചനത്തിന്റെ ആ പൊരുളിലേക്ക് ഒന്ന് കടക്കാൻ പറ്റുമോ? വിശുദ്ധ അന്തോണീസിനെയൊക്കെ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര വിശുദ്ധമായിട്ട് തീർന്നേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാ? അത് അദ്ദേഹം ഈ വചനത്തിന്റെ ചുരുളിൽ ജീവിതത്തിന്റെ പൊരുൾ കണ്ടെത്തിയതിന്റെ പേരിലാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ വിശുദ്ധനാക്കുന്ന സമയത്ത് പറഞ്ഞ്, ഭാഗ്യപ്പെട്ടവനെ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനങ്ങളെ നീ അനേകർക്ക് പങ്കുവെച്ചു കൊടുത്തതിന്റെ പേരിൽ ഇതാ നിന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു എന്ന് മാർപ്പാപ്പ വിളിച്ചു പറയുമ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തിന്റെ ഒരു ആ ഉൾക്കാഴ്ചകളിലേക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ? ഈ ദിവസങ്ങളിൽ ഞാനും കണ്ടെത്തുന്ന ഏറ്റവും ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളത് ഈ വചനത്തിലൂടെ അനേകരെ ഒന്ന് കർത്താവിന്റെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വെളിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെ രോഗശാന്തിക്കുള്ള വരങ്ങളോ ഒന്നും കർത്താവ് തരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരൊക്കെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരോട് അവസാനം ഈ വചനം ഒന്നെടുത്ത് വായിക്കാനായിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, വചനം വായിക്കുന്ന സമയത്ത് അവരെ ഏത് കാര്യമാണോ ആഗ്രഹിച്ചത് അതിനുള്ള ഉത്തരം അവർ കണ്ടെത്തുക. ദിവസങ്ങളിൽ വളരെ സ്വന്തമായിട്ട് തോന്നിയൊരു കാര്യം, കർത്താവ് ഇടപെട്ട ഒരു അനുഭവത്തിലൂടെ എന്നെ കർത്താവ് ഈ തിരുവചനത്തിലൂടെ കൊണ്ടുപോയത് ഇങ്ങനെയാണ്. ഒരു ചേച്ചി വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയാ, അച്ഛാ ഭയങ്കര ജീവിതത്തിലാകെ നിരാശ, രക്ഷിക്കാൻ ഇനി എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയുള്ള ജീവിതത്തിന്റെ മുഴുവൻ ദുരന്തങ്ങൾ ഇങ്ങനെ പറയാം. തിരിച്ചു പറയാനും ഒന്നും എൻ്റെ കയ്യിലില്ല, ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു തിരുവചനം മാത്രം. കുറച്ചു നേരം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കുറച്ചു നേരം ഇതൊന്ന് ബൈബിൾ വായിച്ച് ഈശോ എന്താ പറയണേന്ന് നമുക്ക് കേൾക്കാന്നുള്ള 1-2 വാചകങ്ങൾ പറയാം. സ്നേഹമുള്ളവരെ, വചനം കുറച്ചു നേരം ഒന്ന് കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്. പഴയ നിയമത്തിലൊരു വാചകം കർത്താവ് ആ ചേച്ചിക്ക് കൊടുക്കാം, നിനക്ക് ഒരു കുഞ്ഞ് ചാപിള്ള ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. സ്നേഹമുള്ളവരെ, എനിക്ക് അറിയില്ലായിരുന്നു ആ ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ശേഷം ആ ചേച്ചി എവിടെ ഇരുന്ന് ആ വചനം വായിച്ചതിന് ശേഷം ഇരുന്ന് കരയുക. ഞാൻ ചോദിച്ചു, എന്തിനാ ചേച്ചി കരയണേ? ആ ചേച്ചി പറയുന്നുണ്ട്, അച്ഛാ 1 മാസം പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ വയറുമ്മ ചവിട്ടിയിട്ട് ദിവസങ്ങളിൽ കടന്നുപോയതാ, വേദനിക്കുന്ന ഒരുപാട് അവസ്ഥകളിലൂടെ പോയതാ. പക്ഷെ ഈ തിരുവചനത്തിലൂടെ കർത്താവ് എന്നെ അത് വീണ്ടെടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ വചനത്തിൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നാ കിട്ടുക? നിത്യജീവന്റെ വചനം നിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ ആ സമറിയക്കാരി സ്ത്രീയൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു പോകാത്തത്? ഇനിയാണെങ്കിൽ ഇന്ന് ഈ ഒരു വചനം കേട്ട് ധ്യാനിച്ചു പോകുന്ന എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കുറേ കൂടി ഒന്ന് ആഴപ്പെടാൻ പറ്റുമോ? ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും എൻ്റെ തിരുവചനം വായിക്കാനായിട്ട് പറ്റുമോ? ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് മിഴിപൂട്ടിയിരിക്കുന്ന സമയത്ത് പറ്റുമോ? ഞാനിതാ വായിച്ചതിൻ്റെ, ആത്മീയമായിട്ട് തിരുവചനം വായിച്ചതിൻ്റെ ഒരു ഏറ്റവും ശക്തമായ അനുഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുമോ? ഈ ദിവസങ്ങളിൽ ഒരു കടക്കാരൻ പറയായിരുന്നു, പറ്റിക്കരുത് കേട്ടോ,
എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അച്ഛൻ ഞാൻ എന്നും വചനം വായിക്കുന്ന ആളാണ്, തിരുവചനത്തിലൂടെ ജീവിക്കുന്ന ഒരാളച്ഛ. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു വാക്കേനോട് പറയേണ്ട കാര്യമില്ല. പറ്റിക്കാൻ പോയിട്ട് അച്ഛനിൽ നിന്ന് ഒരു കാര്യം പോലും അച്ഛനെ ഏറ്റവും പോസിറ്റീവായിട്ട് തരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. തിരുവചനം എന്നെ ഓരോ ദിവസം എന്നെ ശക്തിപ്പെടുത്തുന്നത് ഇത്തരം ചില വചനങ്ങളിലൂടെയാണെന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് പോലും ഇതൊക്കെ മനസ്സിലാവുമ്പോൾ അല്പം ആത്മീയരെന്ന് ഈ ഒരു വചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എവിടേക്കൊക്കെയോ എത്തിയിട്ടില്ലെങ്കിൽ ഈ തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറേ കൂടി ആത്മീയ മനുഷ്യരായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിരാശയുടെ അംശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ നിരാശയുടെ അംശം മാറ്റാനുള്ള ആദ്യത്തെ കുറുക്കുവഴി എന്നുള്ളത് തിരുവചനത്തെ ഒന്ന് കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ, അതിലേക്ക് ഒന്ന് ആഴപ്പെടാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഈശോയുടെ ഈ സന്നിധിയിലിരുന്ന് ഈ തിരുവചനത്തിൻ്റെ ശക്തിയെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാനായിട്ട് പറ്റുമോ. പലപ്പോഴും ഇത് വളരെ ഒരു നോവൽ വായിക്കുന്നത് കണക്ക് വായിക്കുന്നു എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഈ ജീവിതത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു അനുഭവം. ഈ ദിവസങ്ങളിൽ പറയായിരുന്നു, ചിലർ പറയായിരുന്നു, എന്താണ് ഒക്കെ വായിച്ചു കേട്ടിട്ടുള്ള കാര്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന അതേ കാര്യം തന്നെയല്ലേ മാർക്കോസിലുള്ളത്, ഒരു വ്യത്യാസവും തോന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് പോവാം. ദിവസങ്ങൾ വായിച്ച ഒരു 1-2 പേര് ഷെയർ ചെയ്തതാ. വചനത്തിലൂടെ എല്ലാം പറയുന്നല്ലേ പറഞ്ഞ് ഒരുത്തിനെ സെമിനാരിയിൽ നിന്ന് ഏതാണ്ട് ഇങ്ങനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പോൾ അവൻ ഈ പറഞ്ഞ മാതിരി വചനം വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതൊന്നൊരു പെരിഫറലായിട്ട് മാത്രം വായിക്കുന്നവനാണ്. ഇതിനെക്കുറിച്ച് തമാശയാണോ അല്ലെങ്കിൽ സംഭവിച്ചതാണോ ഒന്നും അറിയില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, വചനം വായിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ട് അവനെടുത്ത് നോക്കുക. വചനം വായിച്ചപ്പോൾ അതിൽ കണ്ട ഭാഗം എങ്ങനെയാണ്, അവൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി എന്നുള്ളത്. അന്ന് തന്നെ അവൻ രക്തച്ചനോട് പറഞ്ഞു എന്ന് പറയണം, അച്ഛാ എനിക്ക് പറ്റിയതല്ല, തിരുവചനം എന്നോട് പറഞ്ഞത് കിടക്കെടുത്ത് വീട്ടിൽ പോകാനെന്ന് പറഞ്ഞിട്ട് അവൻ പോവാം. ഇത് സംഭവിക്കുന്നത് എന്താ, അത് ഒരു പ്രാർത്ഥനയുടെ അവസ്ഥയില്ലാതെ വചനം വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, കുറേ കൂടി പ്രാർത്ഥനയുടെ അംശത്തോടു കൂടെ ഈ തിരുവചനത്തെ ഗൗരവപൂർവ്വം എടുക്കാനായിട്ട് ദൈവം നമ്മളോട് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ആഴപ്പെടാനായിട്ട്. രണ്ടാമത് നമുക്ക് ഏതിലേക്ക് ആഴപ്പെടാനുള്ളത്, അത് സഹരക്ഷകയായ പരിശുദ്ധ മറിയത്തിലേക്ക് ഒന്ന് ആഴപ്പെടാനായിട്ട് പറ്റുമോ. പരിശുദ്ധ അമ്മയുടെ ചില മനോഭാവങ്ങളിലേക്ക് എൻ്റെ ചിന്തകളേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുമ്പോൾ പല നിരാശയുടെ അംശങ്ങളും മാറും. നിരാശയുടെ ഏറ്റവും വലിയ പ്രതിരൂപമായിട്ട് തീരേണ്ടവളാണ് പരിശുദ്ധ മറിയം. നന്നേ ചെറുപ്പത്തിലെ തന്നെ വിധവയായി തീർന്നൊരു സ്ത്രീ, പുത്രനഷ്ടത്തിൻ്റെ ദുഃഖാഗ്നിയിൽ വെന്തിരിഞ്ഞ ഒരു പാവം കന്യക, എത്രയെത്ര വേദനകളിലൂടെ അവൾ കടന്നു പോണതാ. പക്ഷെ അവൾ ഒരിക്കലും ജീവിതത്തിൽ നിരാശ സൂക്ഷിച്ചില്ല എന്നാ പറയണേ. ഇങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ ആഴപ്പെടലിൻ്റെ രണ്ടാമത്തെ തലം എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആഴപ്പെടാനായിട്ട് പറ്റുമോ. പരിശുദ്ധ അമ്മ കണ്ടതുപോലെ എൻ്റെ കാഴ്ചപ്പാടുകളെയൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ. ആ കാനായിലെ സംഭവം ഒന്ന് എടുത്തേ. ഒരുപക്ഷെ ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എല്ലായിടത്തും പറയണ ഒരു വാചകമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈബിൾ പാസേജൊക്കെ ആയിരിക്കും ഈ കാനായിലെ വിവാഹ വിരുന്ന്. എന്തുകൊണ്ടായിരിക്കാം ക്രിസ്തു ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചേ ചോദിക്കുമ്പോൾ അത് ഈ അമ്മയുടെ ചില മനോഭാവങ്ങൾ കൊണ്ടാണ്. അതല്ലെങ്കിൽ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് ക്രിസ്തു മാറിയിരുന്നേനെ. പക്ഷെ അമ്മ ഇടപെടുന്ന ചില അവസ്ഥകളുണ്ട്. അവരുടെ കണ്ണീര് കണ്ടറിഞ്ഞ് അവരുടെ ആ ഹൃദയതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പരിശുദ്ധ അമ്മയുണ്ട്. ഈ അമ്മയെ കുറെ കൂടി ഒന്ന് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ. ഈ ദിവസങ്ങൾ ആരോ പറയണ കേട്ടു, റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ചോര വീണ്ടും വീണ്ടും ഒലിച്ചിറങ്ങാന്ന്. അമ്മയുടെ ശരീരത്തിൽ വേദനിക്കുന്ന രീതിയിൽ, വിറയ്ക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മാതാവിനെ ബഹുമാനിക്കാത്ത ഒരു സമൂഹം ഇന്നിവിടെ രൂപപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശരീരവുമായി ബന്ധപ്പെട്ട ഏതു പാപങ്ങൾക്ക് പിന്നിലും അത് ഈ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിലാണെന്ന് പറയണേ. മുലപ്പാലിൻ്റെ മാധുര്യം രുചിച്ച ആർക്കാ സ്നേഹമുള്ളവരെ ഈ ഒരു ലൈംഗിക പാപങ്ങളിലേക്കോ അല്ലെങ്കിൽ ജഡികാസക്തിയിലേക്കൊക്കെ നീങ്ങാനായിട്ട് പറ്റുക? തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്തതിൻ്റെ പേരിലല്ലേ. ഇന്ന് ഈ ഒരു വചനം വായിക്കുന്ന നമുക്ക് ഒരു ബലമായിട്ട് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. എന്നും എനിക്ക് തിരുവചനത്തിലേക്ക് ആഴപ്പെടാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാന ഘടകം പരിശുദ്ധ അമ്മയുടെ ആ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ചൈതന്യം. അമ്മ എൻ്റെ കൂടെ വരണേ, എങ്ങനെയാണ് ഈ വചനം വായിക്കേണ്ടതെന്നോ എന്താ ധ്യാനിക്കേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല, അമ്മ ഒന്ന് ഇടപെട്ടേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അമ്മയോട് ചോദിച്ചിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ അത് തെളിച്ചുള്ളതായിട്ട് തീരുക. ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താ, 10 നന്മ നിറഞ്ഞു പറയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കുമ്പോൾ സ്നേഹമുള്ളവരെ അത് അത്ഭുതങ്ങളിലേക്ക് വഴിമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു ഇന്ന് ആഴപ്പെടാനായിട്ട് പറയുന്നത്, നമ്മളോട് ആഴപ്പെടണം എന്ന് ആവശ്യപ്പെടുന്നത് ഈ പരിശുദ്ധ അമ്മയിലേക്ക് ആഴപ്പെടാൻ പറ്റൂ. അവളാണ്, പരിശുദ്ധ മറിയാണ് ഈ തിരുവചനത്തിലേക്കൊക്കെയുള്ള ആഴപ്പെടലിലേക്ക് എന്നെ നിങ്ങളൊക്കെ സഹായിക്കണേ.
ഈശോ പോലും പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയും സഹോദരങ്ങളും ആരാന്നുള്ളതിന് ക്രിസ്തു പറയുന്ന ഉത്തരം എന്താ? അത് വചനം വായിക്കുന്നവരും അത് ആഴത്തിൽ ജീവിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മ അങ്ങനെ ആഴത്തിൽ ജീവിച്ച ഒരു സ്ത്രീയാണ്. നമുക്കിന്ന് പതുക്കെ ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പോയിരുന്ന് എന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നവരായിട്ട്, ആ വചനത്തിൻ്റെ ചൈതന്യം സ്വന്തമാക്കുന്നവരായിട്ട് തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഈ ഒരു ആഴപ്പെടലിൻ്റെ മൂന്നാമത്തെ തലം ഏതാന്ന് എന്നുകൂടി നമ്മൾ കണ്ടെത്തി ഈ വ്യാഖ്യാനങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ തലം എന്താ? അത് ബന്ധങ്ങളിൽ എനിക്ക് ആഴപ്പെടാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബന്ധങ്ങളിൽ കുറേ കൂടി ഊഷ്മളത രൂപപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ട്. ദിവസങ്ങൾ ഒരു ചങ്ങാതി പറയായിരുന്നു, അച്ഛന് ഞാൻ മെസ്സേജ് അയച്ചിട്ട് അച്ഛനത് തിരിച്ചെന്നോട് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ചങ്ങാതി എന്നോട് പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, ഇപ്പോഴും എൻ്റെ ജീവിതമൊന്നും ഈ സൗഹൃദങ്ങളിലേക്കോ അല്ലെങ്കിൽ കുറെ കൂടി ദൃഢമായ ബന്ധങ്ങളിലേക്കോ ആഴപ്പെടാത്തതിൻ്റെ പേരിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയും ഒന്ന് വിഴിപൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ പറ്റുമോ 5 പേര് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ക്രിസ്തുവിനുണ്ടായിരുന്ന കണക്കുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു ആഴപ്പെടലിൻ്റെ അവസ്ഥയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുമോ? ചിലപ്പോഴൊക്കെ എന്നെയും നിങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്ന ചില ബന്ധങ്ങളല്ലേ? ഈ ഒരു വചനം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരിരുന്ന് ഒരു ഇൻ്റർസെസറി പ്രയർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്നവർ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് വചനം പ്രഘോഷിക്കാൻ പോകുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടവകയിലെ കുറച്ച് കുഞ്ഞു മക്കള് അച്ഛൻ ഈ സമയത്ത് പോകണം. ചിലപ്പോഴൊക്കെ ഞാൻ കുട്ടികൾക്ക് തിരുബാല സഖ്യത്തിൻ്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പറയും, അച്ഛൻ പോകുമ്പോൾ മക്കൾ പ്രാർത്ഥിച്ചോളും. അപ്പം അതിലൊരു കുട്ടിയുടെ അമ്മ പറയായിരുന്നു, എല്ലാ ദിവസവും രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് പറയണേ. അച്ഛൻ വായ തുറക്കുമ്പോൾ കർത്താവ് ഈശോയുടെ വചനം പറയാനുള്ള ശക്തി കൊടുക്കണേന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ഒന്ന് കുറെ കൂടി ദൃഢപ്പെടുത്താനായിട്ട് പറ്റുക. ഒരു നല്ല കുറേ റിലേഷൻഷിപ്പ് രൂപപ്പെടുത്താൻ പറ്റുമോ? ജിതു കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്ന കണക്കൊക്കെ ടു ബി ഈസ് ടു ബി റിലേറ്റഡ് എന്നാണ്. ആയിരിക്കുമ്പോൾ അത് ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ടേ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കുറെ കൂടി ബന്ധങ്ങളിൽ ദൃഢതയുള്ളവരായിട്ട് തീരെ. ഈ ബന്ധങ്ങളിൽ ദൃഢതയുള്ളതായിട്ട് തീരുമ്പോഴാണ് സന്തോഷത്തിൻ്റെ ചില അവസ്ഥകളിലൂടെ കടന്നു പോകണേ. ഇനി എന്താ ഈ സന്തോഷത്തിൻ്റെ ഒരവസ്ഥകൾ? നിരാശ മാറുമ്പോൾ ലഭിക്കുന്നതാണ് സന്തോഷം. ഈ സന്തോഷം എങ്ങനെ ലഭിക്കുക എന്നുള്ളതിൻ്റെ ആ 3 വാക്കൊന്നും എടുത്ത് ധ്യാനിച്ച്. ജോയ് എന്നാണ് ഇംഗ്ലീഷിൽ ഈ സന്തോഷത്തിന് കൊടുക്കുന്ന നിർവചനം. JOY. ജെ എന്ന് പറഞ്ഞാൽ എന്താ? ജീസസ് എന്നുള്ള ഒരു വാചക. ജീസസ് ഓറിയന്റഡ് ആയിട്ട് നിന്റെ ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ പറ്റുമോ? ജീസസിനെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഒന്നാമത്തെ തലമുണ്ട്. എന്താണ്? അവിടെ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കുറെ കൂടി ചൈതന്യം, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് രൂപപ്പെടുക. രണ്ടാമത്തെ എന്താ? അതർ ഓറിയന്റഡ് ആയിട്ട് ബന്ധങ്ങളുടെ ഒരു മറ്റുള്ളവരിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം രൂപപ്പെടുത്താനായിട്ട് പറ്റുമോ? ഇനി മൂന്നാമത്തെ തല എന്താ? അയ്യോ, നീ തന്നെ ഒന്ന് ബന്ധത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി. സാധാരണ പറയാറില്ലേ, ഒരു നല്ല വൃക്ഷം രൂപപ്പെടുന്ന എങ്ങനെയാ? അതിൻ്റെ ആഴങ്ങളിലേക്ക് വേരുകൾ പോകണം. ഒരു ആഴങ്ങളിലേക്ക് വേര് പോകുന്ന രീതിയിൽ 3 തലങ്ങളിലും ഈ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥകളൊന്നും കൂടി രൂപപ്പെടുത്തി കുറേ കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ. ദിവസങ്ങളിൽ എനിക്കൊരു നല്ല ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്താ? എല്ലാ ദിവസവും 3 മണിക്ക് വിളിച്ചുണർത്തുക. എല്ലാ ദിവസവും 3 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി ഒരു 3:30 വരെ അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോവുക. സ്നേഹമുള്ളവരെ, അത് നൽകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ജീവിതത്തെ കുറെ കൂടി ചൈതന്യമാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്ലീഹരെ അതിന് ശേഷം പറയുന്ന കാര്യമുണ്ട്. ക്രിസ്തു പറയുന്നത് കേട്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ അവര് അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു ആഴപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 3 തലങ്ങളിൽ പതുക്കെ ആഴപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മൾ അത്ഭുതങ്ങളുടെ വലിയ വലിയ വർണ്ണ വിസ്മയങ്ങൾ കാണാനായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളേറെ സ്നേഹിക്കുന്ന കർത്താവേ, തിരുവചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മയിൽ ആഴപ്പെടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ബന്ധങ്ങളിൽ ആഴപ്പെടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. 3 മേഖലകളിലും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ആഴപ്പെട്ട് ജീവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.